ഓക്കെ ഓക്കെ അല്ല ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തില്ലേ കുളപ്പുള്ളി അപ്പന് ജയിക്കാൻ? നീ ഉയർത്തിയ കൊടി നീയായിട്ടായിരിക്കുന്ന ഞാനായിട്ട് അഴിപ്പിക്കണോ? വാക്കിന് നേരില്ലാത്ത കള്ള പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങൾക്കും സങ്കല്പങ്ങൾക്കും തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ ഈ സമാധാനത്തിന്റെയും വഴികളിലേക്ക് താങ്കൾ ഇറങ്ങി വരണം. അങ്ങനെ ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അപേക്ഷിക്കാൻ വന്നിരിക്കണല്ലേ? ആൽത്തറയിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം നടക്കണം. നടന്നേ തീരൂ. കോളപ്പുള്ളി അറയിലിരിക്കുന്ന തിരുവാഭരണങ്ങൾ പുഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ട് തരണ്ടേ? പ്രളയം വന്ന് സർവ്വത് നശാലും അത് നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷയുടെ ഭാഷ പോയി പോ, കടക്ക് പുറത്ത്. നാവുകൊണ്ട് ചെറ്റയെന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. അപ്പനെന്ന് പേരുള്ള തേർറേറ്റ് ചെറ്റെ താൻ ആരോ? നാട്ടുരാജാവോ? തന്റെ കളരി മർമ്മതിയെല്ലാം ഇവിടെ പാവം ജനങ്ങളെടുത്ത് വില പോകും. ഇത് ആള് വേറെയാ, കളി കുറെ കണ്ടവനാ. കൊടിയേറ്റ് പൂജ ജഗന്നാഥൻ നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിനുള്ളിൽ വെച്ചിട്ടുള്ള തിരുവാഭരണം ഇവിടെ ആ മാലപ്പെട്ടി താൻ കൊണ്ടുവന്നു തരും. പുഴക്കരയിലെ വട്ടത്തല്ലിൽ തന്നെ ഞാൻ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ പച്ചയ്ക്ക് കൊടുത്തിട്ട് ജഗന്നാഥയും മണ്ണ് വിട്ടു പോകുമോ? മ്യൂസിക് ഇടറാ.